എന്തായാലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഓരോരോ അവതാരപ്പിറവികൾ ഇങ്ങനെ വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നൂറെ ഹബീബ് മുത്തുമണി ഗുരുവായൂരപ്പനെയും കൊണ്ടുവന്നു. ഇതാ വേറെ ചില മുത്തുമണീസ് നൂറെ ഹബീബിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. സൂപ്പികളാണത്രേ, സൂഫികളല്ല കേട്ടോ, സൂപ്പികളാണ്. നിങ്ങളേതായാലും അവരുടെ നേതാക്കന്മാരെ ഒന്ന് കണ്ടു നോക്കിയേ. അവർ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അതിൽ ചെറിയ കാര്യങ്ങളുണ്ട്. സ്നേഹമാണ് സൂഫിസം. അത് സംഗതി സത്യം കേട്ടോ, അത് സംഗതി സത്യം തന്നെയാണ്. സൂഫിയുടെ അടുക്കൽ നിന്ന് സ്നേഹമല്ലാതെ പ്രതീക്ഷിക്കേണ്ട. സൂഫിസം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ചെന്നിരിക്കാൻ പറ്റിയൊരിടം തന്നെയാണ് സൂഫിയുടെ അടുക്കൽ എന്ന് പറയുന്നത്. ആ സൂഫികളുടെ നേതാവ് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കൽബിൽ നിന്ന് ദുനിയാവൊക്കെ വെടിഞ്ഞ് ഇലാഹി പ്രണയത്തിൽ ലയിക്കുന്നവരാണ് യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് സൂഫികളാണ്, ഇവരും സൂഫികളായിട്ട് ബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് ഡയലോഗ് ഒന്ന് കേട്ടു നോക്കിയേ. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ആഹാ, മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. അല്ലപ്പ ഇതെന്ത് സൂഫിസാണ്, ഇതെന്ത് സൂഫിസം? ഈ സൂഫി പറയുന്നത് അങ്ങനെയല്ല. മതത്തിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, മതം വെടിഞ്ഞിട്ട് മനുഷ്യരെ സ്നേഹിക്കുക. അതെന്ത് സൂഫി? അത് നിങ്ങൾ യുക്തിവാദിയായിട്ട് സ്നേഹിച്ചോന്നേ. അതിലിപ്പോൾ ആരാ നിങ്ങളോട് സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞത്? ഇസ്ലാം പറയുന്നുണ്ടോ മനുഷ്യനെ സ്നേഹിക്കണ്ടെന്ന്? എല്ലാവരെയും സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മൾ? അതല്ലേ യഥാർത്ഥ സൂഫിസവും പറയുന്നത്? മതം വേണ്ട, മനുഷ്യൻ മതി, അതാണത്ര സൂഫിസം. എവിടെ നിന്നാണ് ഈ ചങ്ങാതിമാരൊക്കെ ഇറങ്ങി വരുന്നത്? സംഗതി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില സ്പോൺസേഴ്സ് ഉണ്ടാവും. ആരാണ് ഇവരുടെ സ്പോൺസേഴ്സ്? നമുക്കൊന്ന് അറിഞ്ഞാലോ? ആ രഹസ്യം ഒന്ന് വെളിപ്പെടുത്തിയാലും. ദേശീയ ഗവൺമെൻറ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? സ്പോൺസേഴ്സ് ആരാണ്? അത് ദേശീയ ഗവൺമെൻറ്റിനെ പിൻപറ്റി സൂഫികൾ ഇസ്ലാമിക വഴിയിൽ എന്തുകൊണ്ട് എനിക്ക് വ്യക്തമായില്ല അത്. അല്ലപ്പോൾ ആദ്യം പറഞ്ഞു മതം വേറെ സൂഫിസം വേറെ, നിങ്ങളിപ്പോൾ പറയുന്നു ഇസ്ലാമിക വഴിയിലൂടെ എന്ന്. അതെന്ത് വർച്ചാനാണ്? നിങ്ങൾ മതം വേണ്ട മനുഷ്യൻ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിക വഴിയിലൂടെ എന്തുകൊണ്ട് സൂഫിസാണത്? കേന്ദ്ര ഗവൺമെൻറ്റിനെ പിൻപറ്റി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സുന്നത്തൊക്കെ എടുത്തിട്ടാണ് പോണത്. എന്നാലും റസൂലുള്ളാഹിനെ പിൻപറ്റൂല. കാരണം നമ്മൾ മുസ്ലിമായി പോയാലോ? ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിൻപറ്റി ഇങ്ങനെ പോവാണ്. അങ്ങനെ പിൻപറ്റി നടക്കുന്നവരെയാണ് നമ്മൾ സൂഫികളെന്ന് വിളിക്കുന്നത്. അവർ സൂഫികളല്ല, ഇവർ കള്ളന്മാരാണ്, ജനങ്ങളെ വഞ്ചിക്കുന്ന ആത്മീയ വ്യാപാരികളാണ്, കൊള്ളക്കാരാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് മുസ്ലിം സാമാന്യം തിരിച്ചറിയൽ അത്യാവശ്യമാണ്. എന്നിട്ട് ഈ മനുഷ്യന്മാരൊക്കെ, ഈ സൂഫികളൊക്കെ ഓഫീസ് തുടങ്ങാൻ പോണത് എവിടെയാണെന്നറിയണ്ടേ? ഓഫീസ് തുടങ്ങുന്നത് മണ്ണാർക്കാടാണ്. എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ ശരിയമ്മ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. മണ്ണാർക്കാട് മറവട്ട് കിടക്കുന്ന ഒരു മഹാനുണ്ട്, അമ്പംകുന്ന് വീരാനൗലിയ റഹിമഹുല്ല. ഇലാഹി സ്നേഹത്തിൻ്റെ ആ മനോഹരമായ ഭാവങ്ങളെല്ലാം ആസ്വദിച്ച ഒരു മഹാമനീഷിയാണ്. കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ ആ ഒരു മനോഹരമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മഹാൻ. ആ മഹാൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇവന്മാർ കെട്ടിടം ഉണ്ടാക്കി, ഓഫീസ് ഉണ്ടാക്കി. ആ മഹാനെയും കൂടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുൽസിത പ്രവൃത്തിയാണിത്, സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അവിടെ അമ്പംകുന്ന് വീരാനൗലിയെ സ്നേഹിക്കുന്ന ഏത് മനുഷ്യനാണ് അവിടെ ഉള്ളതെങ്കിലും ഇവന്മാരെ അടിച്ചോടിക്കണം. അവിടെ വീരാനൗലിയ ഉപ്പാപ്പാടെ പേരിൽ നടക്കുന്ന പൂരണ്ട് കൊല്ലം തോന്നിവാസം. ഏത് മഹാനത് പൊരുത്തപ്പെടുക? അള്ളാഹു റബ്ബുൽ ആലമീന് പൊരുത്തപ്പെടുമോ? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസില്ലേ, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ, അവരെ വേദനിപ്പിച്ചാൽ, അവരെ പ്രയാസപ്പെടുത്തിയാൽ, ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. അവരെ ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. അവരെ വേദനിപ്പിക്കുന്നവരോട് അള്ളാഹ് യുദ്ധം ചെയ്യും എന്ന ഖുർആനിൽ പറയണത്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കളിയാക്കുന്ന, നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ പേരിൽ ഈ തോന്നിവാസം കാണിക്കുന്നവരും അള്ളാഹുവിൻ്റെ ശാപത്തിന് പാത്രീഭൂതരാണ്, അള്ളാഹുവിൻ്റെ ശാപത്തിന് അർഹരാണ്. എന്തുമാത്രം മോശം ചിന്തയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവരിട്ട് കൊടുക്കുന്നത്. ഇവർ സൂഫിസവും തമ്മിൽ എന്ത് ബന്ധം? ആരാണ് സൂഫി? സൂഫി അള്ളാനെ അറിഞ്ഞവനാണ്. അള്ളാനെ തിരിച്ചറിഞ്ഞവർക്കാണ് യഥാർത്ഥത്തിൽ സൂഫി എന്ന് പറയുക. ഇവർ ഭാരതത്തിൻ്റെ വലിയ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്. ആ സൂഫി പാരമ്പര്യത്തിൻ്റെ അങ്ങേ തലയിൽ നിൽക്കുന്ന മഹത്തുക്കളിൽ ഒരാളാണ് മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറ. സൂഫിസൊക്കെ ഖാജാത്തങ്ങളെ കണ്ടുപഠിക്കണം. दिल्ली राजस्थान तुम्हारा या ख्वाजा, सारा हिंदुस्तान तुम्हारा या ख्वाजा, हिंदू में 90 लाख को कलमा पढ़वाया मेरे ख्वाजा. എടോ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയും ഹാജയുടെ കാൽക്കൽ പോയി നിന്ന് ആ മസാർ ഒന്ന് പട്ടുകൊണ്ട് മൂടിയിട്ടല്ലാതെ രാജ്യം ഭരിച്ചിട്ടില്ല. ഫാസിസ്റ്റുകളുടെ തലവന്മാരായ പ്രധാനമന്ത്രിമാർ പോലും ആ ഹാജയുടെ കാൽക്കൽ പോയിട്ടുണ്ട്. എന്തേ? അവർ ഇലാഹി സാമീപ്യം നേടിയവർ, അവരുടെ അടുക്കൽ എല്ലാവരും ചെല്ലും. മൻ ഖാഫ് അല്ലാഹ്, അള്ളാഹിനെ പേടിക്കുന്നവനെല്ലാം പേടിക്കൂടോ.
അല്ലാതെ നിങ്ങളെപ്പോലെ കള്ളത്തരം കാണിച്ച ആളുകളല്ലത്. ആ ഹാജയിൽ നിന്ന് ഹിന്ദുമെൻ നവ്വേലാക്ക് കൊക്കൽമാപ്പെടുവായ 90 ലക്ഷം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥ സൂഫി എന്ന് പറയുന്നത്. 90 ലക്ഷം ആളുകൾ ഹാജ കാരണം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് സൂഫിസം വേറെ മതം വേറെ എന്നല്ല. ആ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലമാണ് സൂഫിസം എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ തലം. അവിടെ നിങ്ങൾക്ക് മനുഷ്യസ്നേഹം കാണാം, യഥാർത്ഥ സ്നേഹം അവിടെ നിന്ന് പഠിക്കാം. ബാബ ഫരീദുദ്ദീൻ ഒരിക്കൽ ഗുരുനാനാക്കിൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ കത്രികയുണ്ടാക്കുന്ന ആളുകളാണ്. മഹാനായ ബാബ ഫരീദുദ്ദീൻ റഹിമഹുല്ല അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ കത്രിക കൊടുത്ത് അദ്ദേഹത്തെ വരവേൽക്കുന്നുണ്ട് സമ്മാനമായിട്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, മക്കളെ എനിക്ക് കത്രിക വേണ്ട, കത്രികക്ക് മുറിക്കുന്ന പരിപാടിയല്ലേ, നിങ്ങളെനിക്കൊരു സൂചിയും നൂലും തരൂ, ഞാൻ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഇതാണ് സൂഫി. മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിച്ച് അവരുടെ സ്വഭാവം കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാണ്ട് മതം വേറെ, അത് കള്ള സൂഫിസം, അത് കള്ള സൂപ്പികൾ. പൈസ ഉണ്ടാക്കാൻ, ജനങ്ങളെ പറ്റിക്കാൻ, ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കിയിട്ട് ആത്മീയ വാണിഭം നടത്താൻ നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള ആളുകൾ മഹാന്മാരുടെ മസാറുകളിലേക്ക് വന്നാൽ ഓടിച്ചു വിടണം. യഥാർത്ഥ തുരീഖത്തിൻ്റെ ആളുകളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇത്തരം ജാഹിലികൾ കാരണമാണ്, പറയാതെ വയ്യ സഹോദരങ്ങളെ. ഇവരൊക്കെ കെട്ടാൻ പറ്റിയ സ്ഥലം നമ്മുടെ നൂറെ ഹബീബ് മുത്തുമണിയുടെ ആല തന്നെയാണ്, വേറൊരു സ്ഥലമില്ല. ആ ആലയിൽ തന്നെ കൊണ്ടുപോയി കെട്ടാം. ശരിക്കും ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ മതത്തിന് പുറത്തുള്ള സൂഫികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കാഫിറുകളാണ്. അവർ തന്നെ പറയുന്നുണ്ട്, അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്, നമ്മൾ ആക്ഷേപിക്കുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ എന്തിന് സൂഫി എന്ന പേര് കൊണ്ട് നടക്കണം? നിങ്ങൾ വല്ല ഋഷിവര്യന്മാരെന്നോ വല്ല ജ്ഞാനികളെന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നടന്നോ? അള്ളാഹുവിൻ്റെ ദീനിലെ ഏറ്റവും മനോഹരമായൊരു മേഖലയാണ് തസവുഫ് എന്ന് പറയുന്നത്. ആ തസവുഫ് എന്ന മേഖലയെ കൊണ്ടുവന്നിട്ട് മതം വേണ്ട, സൂഫിയാകാനെന്ന് പറയുന്ന ഏറ്റവും വലിയ ബോഷ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഒന്നും മിണ്ടാതിരിക്കാൻ ഞങ്ങൾ ഷണ്ടന്മാരല്ല എന്നുകൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് ഈ കള്ളന്മാരുടെയൊക്കെ കൂടെ തലപ്പാവും ഷാളൂട്ട കുറേ എണ്ണങ്ങൾ ഉണ്ടാവുന്നേ. നൂറെ ഹബീബ് മുത്തുമണി അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു പിന്നാലെ കുറേ തലയെ കെട്ടിയ സാധനങ്ങൾ. ദേ തൊട്ടടുത്തിരിക്കണവരെല്ലാം തലയെ കെട്ടിയിട്ട് എന്തുവാടേ ഇത്? ഇതിനാണോ സമുദായം ഭക്ഷണമൊക്കെ തന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചത്? ഇതിനാണോ ആലിമീങ്ങൾ നിങ്ങളെ വാർത്തെടുത്തത്? ഉമ്മത്തിന് ഗുണം ഉണ്ടാകാനല്ലേ, ദീൻ പഠിപ്പിച്ചു കൊടുക്കാനല്ലേ? യഥാർത്ഥ തസവുഫ് എന്താണെന്ന് നിങ്ങളിൽ നിന്ന് പഠിക്കട്ടെ. ഈ കള്ളന്മാരുടെ കൂടെ കൂടിയിട്ട് എന്ത് ലാഭം നിങ്ങൾക്കുണ്ടായാലും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ഒരു ദിവസം വരാനുണ്ട് കേട്ടോ. അന്ന് റബ്ബുൽ ആലമീൻ വെറുതെ വിടൂല. അള്ളാൻ്റെ ഔലിയാക്കളെ തെറ്റിദ്ധരിക്കാൻ പോലും നിങ്ങൾ കാരണക്കാരായില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയിരിക്കാനായിട്ട്? പിന്നെ ഇവന്മാർ പറയുന്നത് നോക്ക്, എന്തെല്ലാം വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത്. അതെ, വ്യഭിചാരമൊക്കെ ഹലാലാണ്, എല്ലാം അനുവദനീയാണ്. എന്തുവാണ് ഈ പറയുന്നത് മക്കൾ? എന്തൊക്കെ വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നത്? ഇതും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഇതും സൂഫിസവുമായിട്ട് എന്ത് ബന്ധം? സൂഫി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ പാതയത്തിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിലേക്ക് ലയിക്കുന്ന ഒരുത്തൻ, ശുദ്ധമായൊരു സംഗതിയിലേക്ക് നോക്കുക പോലും ചെയ്യാത്തവനാണ്. അതല്ലേ യഥാർത്ഥ സൂഫി. അല്ലാണ്ട് സൂഫിക്കൊന്നും നിഷിദ്ധമല്ല, ഒന്നും അനുവദനീയമല്ലാത്തതില്ല. എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു. നിങ്ങളും സൂഫികളും തമ്മിൽ എന്ത് ബന്ധം? എന്നിട്ട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ ലോക ബ്ലണ്ടറുണ്ട്. അതുപോലൊരു വിവരക്കേട് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി തന്നതല്ലേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ദീനിനെ പടച്ചത്, നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ റബ്ബുൽ ആലമീൻ്റെ അടിമകളാണ് നമ്മൾ. രണ്ട് റസൂലുള്ള വന്നത് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനല്ല. സത്യം പറഞ്ഞാൽ ഒരടി കൊടുക്കണ്ടവരൊക്കെ എങ്ങനെ പറഞ്ഞു പോകാതിരിക്കും? ഇത്ര വലിയ വിവരക്കേടുകൾ മൈക്ക് കെട്ടി അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയണമെങ്കിൽ അപ്പം ചില സ്പോൺസേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവരാണ് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർ. അന്തസ്സുള്ള യഥാർത്ഥ സൂഫികളുടെ അഹ്ലുകാരായ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. പ്രതിരോധം ഒരിക്കലും അപരാധമല്ല. ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതിരോധം തീർത്തില്ലെങ്കിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരം അഹ്ലുകാരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ സത്യത്തിൻ്റെ അഹ്ലുകാരോടൊപ്പം അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.